ഹലോ എവറി വൺ. യെസ്, എല്ലാവരും റിസൾട്ടിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നാണോ നാളെയാണോ ഈ ആഴ്ചയാണോ എപ്പോഴാണ് വരുന്നത് ഒരു ഇതില്ലാണ്ട് വെയിറ്റ് ചെയ്യുന്ന ടൈമാണ് പ്ലസ് 1 പ്ലസ് 2 തുല്യതയായ കുട്ടികൾ. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരുപാട് സോഴ്സ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. എങ്ങനെ റിസൾട്ട് വരുന്നത് നാളെയാണോ, നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഒറ്റയ്ക്ക് റിസൾട്ട് വന്നോ എന്ന് നോക്കാം. ഓക്കെ, അതെങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് റിസൾട്ട് വന്നോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കൺഫേം ചെയ്യാം. അതിന് മുമ്പ് പറയേണ്ട കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ഇതിനെ പറ്റിയൊക്കെ ചർച്ച നടക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. റിസൾട്ട് എപ്പോഴാണ് വരുന്നത് ആ സ്പോട്ടിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. സോ യെസ്, നമുക്കതിന് നോക്കേണ്ട സൈറ്റ് ഏതെന്ന് നോക്കാം. റിസൾട്ട് വന്നോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സൈറ്റിൻ്റെ പേര്, ഞാൻ ഈ റിസൾട്ടിൻ്റെ സെയിം സൈറ്റ് തന്നെയാണ്. സോ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ട സൈറ്റാണ് www.kerala.results.nic.in. ഓക്കെ, നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇത് തന്നെയാണ്. റിസൾട്ട് വന്നാൽ ഓക്കെ. സോ നിങ്ങളിത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ഇൻ്റർഫേസ് കാണും. ഓക്കെ, യെസ്. ഇനി റിസൾട്ട് വന്നാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുകയെന്ന് പറഞ്ഞുതരാം. ഈ സൈറ്റിൻ്റെ ടോപ്പിൽ ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടോ, അവിടെ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കും. എന്താ കാണിക്കാൻ? DHSC ഫസ്റ്റ് ഇയർ ഇക്വലൻസി 2024. ഏത് മാസമാണ് നടന്നത്? ജൂലൈ. ഓക്കെ, കഴിഞ്ഞ വീഡിയോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ജൂൺ ആവുന്നത്. ഓക്കെ, ജൂലൈ. അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ ഇക്വലൻസി ജൂലൈ 2024 എന്ന് കാണിക്കും. സോ റിസൾട്ട് വന്നാൽ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുവരെ ഇവിടെ ഈ പേജിൽ ഇങ്ങനെ ഉണ്ടാകും. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം നോക്കാം അല്ലേ, എങ്ങനെയുള്ളത്? DHSC ഫസ്റ്റ് ഇയർ ഇക്വലൻസി എക്സാം മെയ് 2023. ഇത് കഴിഞ്ഞ വർഷം റിസൾട്ട് വന്നതാണ്. ഇതേപോലെ തന്നെ ടോപ്പിൽ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, റിഫ്രഷ് ചെയ്ത് നോക്കാം റിസൾട്ട് വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യമില്ല, അവർ വന്നോ എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ വേണ്ട. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ നമ്മളെല്ലാവരും ഓൺ ദ സ്പോട്ടിന് അറിയിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് അല്ലേ? റിസൾട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടത്, മാർക്ക് കുറവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, അതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട് ഉണ്ട്. റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണം നോക്കാം. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സോ അതിനെപ്പറ്റി ടെൻഷൻ ആവശ്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ പ്ലസ് 1 കുട്ടികൾക്ക് അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. കാരണം എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് 2 നിങ്ങൾക്ക് മാർക്ക് കൂട്ടാം. ഇനി പ്ലസ് 2 കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് പഠിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് ആകെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും അതേപോലെ തന്നെ എക്സാം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അത് മാത്രം സൂക്ഷിച്ചാൽ മതി. അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഗ്രൂപ്പിൽ പറയും. സോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ റിസൾട്ടിനെ പറ്റി ടെൻഷൻ അടിക്കുക വേണ്ട. റിസൾട്ട് വന്നാൽ വരും. ഓക്കെ, അതിനെപ്പറ്റി ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടെൻഷൻ അടിക്കാണ്ട് ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അത് നിങ്ങൾക്ക് റിസൾട്ട് കാണും. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 1 കുട്ടികൾ പ്രത്യേകിച്ച്. ഓക്കെ, ഈ വർഷം മാർക്ക് കുറഞ്ഞോ എന്തായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് കൂട്ടാൻ. ഓക്കെ, യെസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ എല്ലാ അപ്ഡേറ്റ്സും റിസൾട്ട് വന്ന ഓൺ സ്പോട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇതേപോലത്തെ ഒരുപാട് അപ്ഡേറ്റ്സിന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. റിസൾട്ട് വരും, എല്ലാ ഇൻഫർമേഷനും, റിസൾട്ട് എങ്ങനെയാണ് നോക്കേണ്ടത്, റിസൾട്ട് ടൈം എപ്പോഴാണ്, എല്ലാം പറയും കറക്റ്റായിട്ട്. ഓക്കെ, വെറുതെ നിങ്ങളെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നില്ല. കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടിയാലും മാത്രമേ പറയുന്നുള്ളൂ. റിസൾട്ട് വന്നാൽ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, എപ്പോഴാണ് വരാമെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ്സോ സർക്കുലറോ വന്നിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ കമൻറ്റ്സ് അടിച്ച് വയ്ക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ മൈൻഡ് ഫ്രീ ആണല്ലോ? ഓക്കെ, സോ ടെൻഷൻ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ടൈം ഉണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. സ്റ്റേ പോസിറ്റീവ്. എല്ലാവർക്കും നല്ല റിസൾട്ട് ആവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.